ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനിതാ ട്രെയിനിൽ പെട്ടെന്നെടുത്ത ഒരു തീരുമാനമായിരുന്നു. അപ്പോൾ പെട്ടെന്നൊന്ന് പോകേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ അപ്പോൾ നോമ്പ് 23-ൻ്റെ അന്നാണ് ഡേറ്റ്. 24 നോമ്പ്, റംസാൻ നമുക്ക് 23. അപ്പോൾ അന്ന് പോയിട്ട് പിറ്റേന്ന് തന്നെ തിരിച്ചു വരാനുള്ള ഒരു പ്ലാനിങ്ങോടെ ഞാൻ രാവിലെ ഇതാ ട്രെയിൻ കയറിയിട്ടുണ്ട്. വേറെ എങ്ങോട്ടല്ല, തലശ്ശേരിയിലേക്കാണ്. തലശ്ശേരിയിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് പെട്ടെന്ന് മരിച്ചതുകൊണ്ട് അപ്പോൾ അവളെ ഒന്ന് അറിയണം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. തലശ്ശേരി എത്തിയിട്ട് 2 മണിയാകുമ്പോൾ തലശ്ശേരി എത്തി. ഇവിടെ നിന്നൊരു 7:45 ഞാൻ ട്രെയിൻ കയറിയതായിരുന്നു. അപ്പോൾ ബഷീർ ഖാൻ എന്നെ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ബഷീർ ഖാൻ്റെ ബിൽഡിംഗ് ആണ് കേട്ടോ. പോകുന്ന വഴിക്ക് ബഷീർ ഖാൻ കാണിച്ചു തന്നു. അവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ട് കേട്ടോ. ഫ്ലാറ്റ് എടുത്തിട്ട് റെൻറ്റിന് കൊടുക്കുന്നത്. മാഷാ അല്ലാഹ് കുഴപ്പമൊന്നുമില്ല, നല്ലത്. പിന്നെ നേരെ പോയിട്ട് സെറീനൻ്റെ അവിടെ പോയി ഫ്രഷ് ആയിട്ട് പിന്നെ ഞങ്ങൾ മരിച്ച വീട്ടിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് പിന്നെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് അവർ റെഡിയാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഐസക്കുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്. കംപ്ലീറ്റ് ടോയ്സും അവിടെ വ്യാരി വെതറിയിട്ടുണ്ട് കേട്ടോ. ഐസക്കുട്ടി ഇവിടെ മൊത്തം ടോയ്സൊക്കെ വലിച്ചെറിഞ്ഞ് എന്താ പാട്ട് പാടാൻ അറിയോ? പാട് 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 പാട്. അപ്പോൾ മരിച്ച വീട്ടിൽ അത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു കേട്ടോ, ഗൾഫിൽ നിന്നുള്ളത്. ഞങ്ങൾ ഒന്നിച്ച് തന്നെ ഉണ്ടായത്, വർഷങ്ങളോളം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അവിടെ പോയി വന്നിട്ട് പിന്നെ സെറീനൻ്റെ വീട്ടിലാണ് ഞാൻ സ്റ്റേ ചെയ്തത്. അപ്പോൾ ബഷീർ ഖാൻ്റെയും സെറീനൻ്റെയും വീട്ടിലാണ്. അപ്പോൾ ഇസക്കുട്ടി ആരാധന നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. ഇസക്കുട്ടി സെറീനൻ്റെ മോനാണ്, ഇസമോന്. അപ്പോൾ ഇതാ മരുമാൻ കുളിക്കാനാകുമ്പോഴത്തേക്ക് എല്ലാം ഇവിടെ ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ അവർ കേക്കില്ല. ബഷീർ ഖാൻ അങ്ങനെയാണ്, ബഷീർക്കയും സെറീനയും അങ്ങനെയാണ്. അപ്പോൾ വല്ലപ്പോഴും ഞാൻ എത്തുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ആഘോഷം തന്നെയായിരുന്നു അവിടെ കണ്ടിട്ടുള്ളത്. കംപ്ലീറ്റ് എല്ലാം റെഡിയാക്കി ടേബിൾ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ കഴിച്ചിട്ട് അത്തായം അവിടെ തന്നെയായിരുന്നു കഴിച്ചത്. പിറ്റേന്ന് എനിക്ക് 9:45 കേട്ടോ ട്രെയിന്. അപ്പോൾ ഇത് ആ ട്രെയിന് കയറാൻ വേണ്ടി പോവാണ്. ഇസക്കുട്ടിയും ഉണ്ട് കൂടെ. രാവിലെ ആയതുകൊണ്ട് സെറീനയും മോളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് ബഷീർ ഖാൻ്റെ ലോഡ്ജ് ഒന്ന് കാണാമെന്ന് വച്ചിട്ട് കയറിയതാണ് കേട്ടോ. മാഷാ അല്ലാഹ് നല്ലൊരു ലോഡ്ജിങ് തന്നെയായിരുന്നു. അപ്പോൾ തലശ്ശേരി ആ ഫിഷ് മാർക്കറ്റിൻ്റെ എല്ലാം നേരെ ടൗണിലാണ് തന്നെയാണ് കേട്ടോ. പിന്നെ അപ്പോൾ നല്ലൊരു ആംബിയൻസാണ്, നല്ലൊരു ലൊക്കേഷനും കൂടിയായിട്ടാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ ഇങ്ങനെ കയറിയിട്ട് റൂമൊന്നും തുറന്ന് നോക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്കന്നെ 9:55 ട്രെയിൻ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കന്നെ 9:30 പോയിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് വന്ന് പോകുന്ന ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന വഴിക്കൊന്ന് കയറിയതാണ്. അപ്പോൾ ഓരോന്നോരോന്ന് ബഷീർക്ക് ഇങ്ങനെ പറഞ്ഞു തരാണ്. അപ്പോൾ അവിടെ ഒരു 12 റൂമുണ്ട് കേട്ടോ. അപ്പോൾ മാഷാ അല്ലാഹ് നല്ല ലൊക്കേഷൻ തന്നെയാണ്. നേരെ ബസ് സ്റ്റാൻഡിൻ്റെ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ്. റെയിൽവേ സ്റ്റേഷനും എല്ലാം ഓൾമോസ്റ്റ് അടുത്ത് തന്നെയാണ്. ഫിഷ് മാർക്കറ്റും എല്ലാം അവിടെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. ഞാൻ പോകുമ്പോൾ പിന്നെ ട്രെയിൻ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. കാരണം 10 മിനിറ്റ് ലേറ്റ് ആയതുകൊണ്ട് പിന്നെ പതുക്കെ പോയാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ കയറിയിട്ട് ഇത് ഏറ്റവും മുകളിലത്തെ ടെറസ് ഏരിയയാണ്. അവിടെ നിന്ന് കാണാൻ പറ്റും. അത് കടൽ തന്നെ അവിടെ നിന്നാൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നല്ലൊരു വൺ വേ ട്രിപ്പായിരുന്നു. ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് റംസാൻ ആയതുകൊണ്ട് നമുക്ക് ഈ പുറത്തൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഇവരെയൊക്കെ കാണാൻ പറ്റിയല്ലോ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മരിച്ച വീട്ടിലും പോയി. പിന്നെ ബഷീർ ഖാൻ്റെ സെറീനൻ്റെ കൂടെ ഒരു ദിവസം സ്റ്റേ ചെയ്തു. അവരെ മോളെയും കണ്ടു. മോന് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. അപ്പോൾ അവർ ഗൾഫിലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളിതാ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ സ്റ്റേഷൻ എത്താറായപ്പോൾ ഐസക്കുട്ടിയെ പിന്നെ വിട്ടിട്ട് വരാൻ ഭയങ്കര മടിയാവും. നല്ല കുറുമ്പനാണ് കേട്ടോ. കുറുമ്പൻ എന്ന് പറഞ്ഞാൽ സൈലൻ്റാണ്, പക്ഷേ നല്ല സ്നേഹമുള്ള മോനാണ്. അപ്പോൾ എന്നെ ഇറക്കിയിട്ട് ബഷീർക്ക നേരെ വീട്ടിലോട്ട് തിരിക്കും. ബഷീർക്ക പറഞ്ഞു തരാണ് കേട്ടോ, അങ്ങനത്തെ പോയാൽ മതി, അവിടെ തന്നെയാണ് നമ്മുടെ പ്ലാറ്റ്ഫോം എന്നൊക്കെ. അപ്പോൾ അവരെ യാത്ര ആക്കിയിട്ട് ഞാൻ പ്ലാറ്റ്ഫോമിലോട്ട് എത്തി. അപ്പോൾ ഒരു 7 മിനിറ്റ് ലേറ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ട്രെയിൻ വന്നിട്ട് നേരെ എറണാകുളത്തേക്ക് തിരിച്ചു.
അപ്പോൾ പെട്ടെന്നെടുത്ത തീരുമാനം, പെട്ടെന്നുള്ള ഒരു യാത്രയൊക്കെ ആയിരുന്നു. മോനും മക്കളെ ആരും കൂട്ടാൻ പറ്റിയില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു പോയത്. സീറ്റിലെത്തിയിട്ട് നല്ല പോലെ ഉറങ്ങി എണീറ്റിട്ട് എത്തുമ്പോഴത്തേക്ക് ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് ഇതാ എറണാകുളം ജംഗ്ഷൻ എത്തിയിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഇറങ്ങി വീട്ടിലോട്ട് പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബായ്.